നമസ്കാരം. മോഹൻലാലിന്റെ കാമിയോ കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട്, മേക്ക് യുവർ ഫാദർ പ്രൗഡ് എന്ന്. തീർച്ചയായും ലാലേട്ടനെ പോലും വിസ്മയിപ്പിച്ചിരിക്കുന്ന അഭിനയം തന്നെയാണ് തുടക്കക്കാരിയായ വിസ്മയ തുടക്കം സിനിമയിലൂടെ നടത്തിയിട്ടുള്ളത്. ഈ തുടക്കം തുടരുമെന്ന സൂചന തന്നെയാണ് വിസ്മയ ഈ സിനിമയിലൂടെ സമ്മാനിക്കുന്നത്. മികച്ച ഒന്നാം പകുതിയും കിടിലൻ ഇന്റർവെൽ പഞ്ചും മുൾമുനയിൽ നിർത്തുന്ന കിടിലൻ സീനുകളും തീപ്പൊരി ക്ലൈമാക്സും ഒക്കെയായി ലാലേട്ടന്റെ കാമിയോ റോൾ ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ ഒരു ഗംഭീര ഫാമിലി ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ജൂഡ് സംവിധാനം ചെയ്ത തുടക്കം. ഇതൊരു ഗംഭീര കത്തിക്കലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അച്ഛനും മകളും നായയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഒരു ദിവസം ബാങ്ക് ടെസ്റ്റ് എഴുതാൻ വിസ്മയുടെ കഥാപാത്രമായിട്ടുള്ള മീനുവും കൂട്ടുകാരിയും എറണാകുളത്തേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതോടെ സിനിമയുടെ ഗതികൾ മൊത്തം മാറുകയാണ്. സിനിമ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. പിന്നീട് നടക്കുന്ന സംഭവവികാസങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അത് ഞാനിവിടെ പറഞ്ഞാൽ അത് ഈ സിനിമയോടും ഈ സിനിമ കാണാൻ പോകുന്നവരോടും ഈ സിനിമ പിടിക്കാൻ കഷ്ടപ്പെട്ടവരോടും ഒക്കെ കാണിക്കുന്ന ഒരു നെറികേടായി പോകും. ബാക്കി കഥ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. ആക്ഷൻ രംഗങ്ങളിൽ വിസ്മയ തിളങ്ങിയപ്പോൾ വൈകാരിക രംഗങ്ങളിൽ ചെറുതായി എവിടേക്കോ പതറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ തുടക്കക്കാരി എന്ന നിലയിൽ അതൊരു വലിയ പോരായ്മയായി എനിക്ക് തോന്നിയില്ല. പിന്നെ വിസ്മയക്ക് ഡബ് ചെയ്ത ആദിത്യ ലക്ഷ്മിയുടെ സൗണ്ട് വാവ്, ഒന്നും പറയാനില്ല. വിസ്മയക്കൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് വേറെ ലെവൽ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ഒരു ഒന്നൊന്നര പ്രകടനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രണ്ടുപേരും കൂടി അങ്ങ് പൂണ്ട് വിളയാടി എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി. സായി കുമാർ, ബോബി കുര്യൻ, മനോജ് കെ ജയൻ, ഗണേഷ് കുമാർ തുടങ്ങി ഒരു മികച്ച താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. ചെറിയ റോളുകളിൽ വന്നവർക്ക് പോലും സിനിമയിൽ നല്ല പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അനാവശ്യമായിട്ടൊരു കഥാപാത്രത്തെ കുത്തി നിറയ്ക്കുന്ന ഒരു ഫീൽ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഞാൻ ഈ സിനിമ കാണാൻ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം വിസ്മയോ മോഹൻലാലോ ആരുമല്ല, ഒരൊറ്റ പേര് ജൂഡ് ആന്റണി ജോസഫ് എന്നുള്ളതാണ്. മൂപ്പരുടെ എല്ലാ സിനിമകളും കിടിലനാണ്. എൻ്റെ പല സിനിമകളും ഫേവറേറ്റുമാണ്. അത്രത്തോളം കിടിലൻ തിരക്കഥകളിലാണ് തന്റെ 4 സിനിമയും അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഓം ശാന്തി ഓശാന, ഒരു മുത്തശ്ശി കഥ, 2018 ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സിനിമകളാണ്. നിങ്ങളുടെയും ഇത് ഫേവറേറ്റ് സിനിമകളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ലാലേട്ടൻ മകളെ വെച്ച് സിനിമ ചെയ്യാൻ ജൂഡിനെ തിരഞ്ഞെടുത്തതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ലിനീഷ് നെല്ലിക്കാടും അഖിൽ കൃഷ്ണയും ജൂഡും ചേർന്ന് തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. തിരക്കഥ സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, ഒന്നൊന്നര തിരക്കഥ തന്നെയാണ്. ക്യാമറയും ജോമോൻ ടി ജോണും അഖിൽ ജോർജും, ഇവരുടെ ഫ്രെയിമുകൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, വേറെ ലെവലാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യാൻ യാനിക് ബെൻസയും സ്റ്റെന്റ് ശിവയും ഒക്കെ ഇറക്കിയപ്പോൾ തന്നെ ആക്ഷന്റെ ക്വാളിറ്റി എത്രത്തോളം ആയിരിക്കുമെന്ന് എല്ലാവർക്കും ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇനി BGM എൻ്റെ മോനെ കത്തിച്ചിട്ടുണ്ട്. ജേക്സ് ബിജോയ് ലാലേട്ടന്റെ ഈ കാമിയോ റോളൊക്കെ വരുന്ന സീനിലൊക്കെ അങ്ങ് അടിച്ച് കയറ്റിവിട്ടിട്ടുള്ള സംഭവം, ആ BGM വരുമ്പോൾ അങ്ങ് റോമാഞ്ചിഫിക്കേഷൻ അങ്ങ് തോന്നിപ്പോവുകയാണ്. തിയേറ്റർ അങ്ങ് പിടിച്ചങ്ങ് കുലുക്കുകയാണ്. അതുപോലെ തന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങും പക്ക ഗംഭീരമായിട്ട് മൂപ്പര പണി ചെയ്തു വെച്ചിട്ടുണ്ട്. സംവിധായകൻ എന്ന നിലയിൽ ഇതൊക്കെ വെച്ച് ജൂഡ് ഒരു ഒന്നൊന്നര പിടുത്തമാണ് പിടിച്ചിട്ടുള്ളത്. ഇതിന് മുകളിൽ ഒരു സിനിമ വിസ്മയിക്കും ലാലേട്ടനും നമുക്കും നൽകാനില്ല. മികച്ച ടെക്നീഷ്യൻസ് എന്ന് വേണ്ട, മികച്ച നമ്പർ 1 ടീംസുകളാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരായും ഒപ്പം മറ്റ് മേഖലകളിലും ഒക്കെ പണിയെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ, ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വിസ്മയെ ട്രോളി കൊച്ചിനെന്തോ കുഴപ്പമുണ്ട്, ഓവർ ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറി മെഴുകുകയാണ്, പടം ഇപ്പൊ പൊട്ടും, നെപ്പോക്കിട്ടിന്റെ ഒടുക്കമാണ് എന്നൊക്കെ പറഞ്ഞവർ തീർച്ചയായും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. നിങ്ങൾക്കുള്ള ഗംഭീരമായിട്ടുള്ള മറുപടി കൂടിയാണ് ഈ സിനിമയെന്ന് തുടക്കമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓണച്ചിത്രങ്ങൾ അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആദ്യ സിനിമയായിട്ടാണ് നമ്മുടെ ഈ സിനിമ തുടക്കം എത്തുന്നത്. ഇനി വമ്പൻ ഹൈപ്പ് സിനിമകളും ഒക്കെ എത്താനുണ്ട്. എല്ലാ സിനിമകളും വിജയമാകട്ടെ, തിയേറ്ററുകളിൽ നിറഞ്ഞോളട്ടെ. ഇനി ഒരു ചെറിയ പൊളിറ്റിക്സ് കൂടി പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഈ വിസ്മയുടെ സിനിമ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാരങ്ങൾ ഈ സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടി ബോയ്ക്കോട്ടൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്ന കാഴ്ചയ്ക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. CJP സമരത്തെ പിന്തുണച്ച് വിസ്മയ രംഗത്ത് വന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവർ പറഞ്ഞത്. സിനിമ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ സംഘപരിവാരങ്ങൾ കളത്തിലിറങ്ങി വലിയ രീതിയിൽ തന്നെ അങ്ങ് മെഴുകുകയായിരുന്നു. അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഈ സിനിമ 100 കോടി ക്ലബും കടന്നു പോകുന്നത്. കാരണം ഇവർ ഏതൊക്കെ സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ ആ സിനിമകളൊക്കെ വിജയിപ്പിച്ച ചരിത്രമാണ് മലയാളികൾക്കുള്ളത്. പിന്നെ സിനിമ ഗംഭീരമാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ എമ്പുരാനൊക്കെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നപ്പോൾ അറിയാമല്ലോ, 300-400 കോടിയൊക്കെ ക്ലബ്ബ് കടന്നാണ് സിനിമ സഞ്ചരിച്ചത്. 3-4 തവണയൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട ആളുകളൊക്കെ ഉണ്ട്. എന്താണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ CJP
സമരവുമായി ബന്ധപ്പെട്ട് വിസ്മയ പറഞ്ഞത്. അതായത് വിസ്മയാണ് കേട്ടോ ആദ്യമായിട്ട് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന ഒരാളെന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയിൽ നിന്നുള്ളത്. ഒരു ജനാധിപത്യ രാജ്യം സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഈ വിസ്മയ പങ്കുവച്ചത്. ശേഷം ഇത് കണ്ടതും നമ്മുടെ ലാലേട്ടന്റെ മോള് ഇങ്ങനെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്തേക്ക് വന്നു. അപ്പോഴും ആ നിലപാടിൽ ആ പെൺകുട്ടി ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പലവട്ടം പല ആവർത്തി പല മാധ്യമങ്ങൾ പല സംഘപരിവാർ മാധ്യമങ്ങളും ഒക്കെ പല പ്രൊമോഷൻ ഇടയിലും ഒക്കെ തിരിച്ചും മറച്ചും ഒക്കെ ചോദിച്ചു. പക്ഷേ ആ കുട്ടി വളരെ വ്യക്തമായി തന്നെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞ അല്ലെങ്കിൽ എടുത്ത സ്റ്റാൻഡിൽ തന്നെ അങ്ങ് ഉറച്ചു നിന്നു എന്നുള്ളതാണ്. നട്ടലുള്ള പെൺകുട്ടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് നട്ടൽ എന്ന് പറയുന്നത്. പലരും പല വിഷയങ്ങളിലും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കരിയറിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ വലിയ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകുമോ എന്നൊക്കെ ഓർത്ത് പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു മഹാനടന്റെ മകൾ ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയത്. അത് വലിയ വാർത്തയായി. അത് സത്യം പറഞ്ഞാൽ CJP സമരത്തിന് വലിയ പിന്തുണ തന്നെയായിരുന്നു. അതിൽ യാതൊരു തർക്കമൊന്നുമില്ല. ഇനി ഈ സിനിമ ബഹിഷ്കരിക്കാൻ എന്ന് പറഞ്ഞു നടന്ന ആളുകളും അവരും ടിക്കറ്റിന് വേണ്ടി ഓടി നടക്കുകയാണ്. ടിക്കറ്റ് ഒന്നും കിട്ടാൻ ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാ തിയേറ്ററുകളിലും വലിയ ഓഡിയൻസിനെ കാണാൻ സാധിക്കുന്നു. നിറഞ്ഞ കവിഞ്ഞ സദസ്സിലാണ് പ്രദർശനങ്ങൾ തുടരുന്നത്. മിക്കോടും തന്നെ ഹൗസ്ഫുൾ ആണ്. നല്ലൊരു സിനിമ ആരൊക്കെ വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഈ സിനിമ വിസ്മയ ഏത് രീതിയിലാകും നമ്മളെ വിസ്മയിപ്പിക്കുക എന്ന് പലരും ഒക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ഒരു ഒന്നൊന്നര വിസ്മയമായി പോയി കേട്ടോ. മലയാള സിനിമയ്ക്ക് ഒരു നല്ലൊരു നടിയെ കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മോഹൻലാലിന്റെ മകളായതുകൊണ്ട് സിനിമയിലേക്ക് വന്നു, അതുകൊണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നൊന്നും എന്തായാലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ പോലെ തന്നെ മകളും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതിപ്പോ പ്രണവാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രണവിന്റെ മൂവീസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കിയാലും പ്രണവിന്റെ ആദ്യത്തെ പടം വലിയ ഹിറ്റായിരുന്നു. ഇപ്പൊ ഈ തുടക്കത്തിലൂടെ വിസ്മയ മോഹൻലാലും നല്ല ഗംഭീരമായിട്ടുള്ള തുടക്കം എന്തായാലും നടത്തിയിരിക്കുന്നു. പിന്നെ ഇവരൊക്കെ ഈ സിനിമയിലേക്ക് വന്ന് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ പടങ്ങളൊക്കെ ഹിറ്റാവുമ്പോൾ ഇവരൊക്കെ നെപ്പോക്കിട്ടാണെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരൊക്കെ പലരുടെയും ഈ മഹാനടന്മാരുടെയൊക്കെ മക്കളായതുകൊണ്ടാണല്ലേ നമ്മൾ നെപ്പോക്കിട്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താണ്? ഒരു നെപ്പോക്കിട്ട് എന്നുള്ള രീതിയിലല്ല ഇവരെ കാണേണ്ടത്. അവർക്ക് കഴിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. ദുൽഖർ സൽമാൻ അദ്ദേഹം കഴിവില്ലാത്തതുകൊണ്ടാണോ? കഴിവുള്ളത് കൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്. നോക്കൂ, പ്രേം നസീർ അടക്കമുള്ള ആളുകളുടെ മക്കൾ സിനിമയിലേക്ക് വന്നതാണല്ലോ. എന്തുകൊണ്ടാണ് അവർക്കൊന്നും സിനിമയിൽ ക്ലച്ച് പിടിക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് അവരൊക്കെ സിനിമയിൽ വലിയ താരങ്ങളായി മാറാതെ പോയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരും നെപ്പോ കിഡ്സ് ആയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാതെ പോയത്? അപ്പൊ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കും. പിന്നെ ഈ നെപ്പോ കിട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ ഒരു സൈബർ ആക്രമണം നടത്തുകയാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും പുച്ഛിച്ചു തള്ളുന്ന ഒരു വിഭാഗമായിട്ടൊക്കെയാണ് എനിക്ക് പലപ്പോഴും അത്ര പ്രതികരണം നടത്തുന്ന ആളുകളെ കാണുമ്പോഴും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണുമ്പോഴും ഒക്കെ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എന്താ രസം എന്നറിയൂ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളൊക്കെ ഇപ്പോഴും ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് കണ്ടം വഴി ഓടിക്കൊള്ളണമെന്നാണ് പലരും കമന്റ് ബോക്സിൽ എഴുതിയിരുന്നത്. ഇനിയിപ്പോ ഏറ്റവും വലിയ രസം എന്താണ്? ഖലീഫ വരാൻ പോവുകയാണ്, പൃഥ്വിയുടെ പടം വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് പൃഥ്വിയുടെ പടത്തിന് വേണ്ടി. പൃഥ്വിയുടെ പടം ബോയ്ക്കോട്ട് ചെയ്യണമെന്നാണ് സംഘപരിവാരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൃഥ്വിയുടെ പടത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഹൈപ്പും വൈശാഖിന്റെ പടമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി, അതായത് സിനിമ പിടിക്കുന്ന ക്വാളിറ്റി ഒക്കെ നമുക്കറിയാം. ഇടക്കാലത്ത് കുറെ ഗുണ്ടുപടങ്ങളൊക്കെ ചെയ്തത് വേറെ കാര്യം. പക്ഷേ ഈ ഇത്തരത്തിൽ നമ്മുടെ പൃഥ്വിയുടെ പടം ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് സംഘപരിവാരങ്ങൾ രംഗത്തേക്ക് വരുന്നതോടുകൂടി തന്നെ പടം വേറെ ലെവലിൽ പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ബഹിഷ്കരിക്കണമെന്ന് ഒരു ആഹ്വാനം ചെയ്ത 2 ചിത്രങ്ങളാണ് ഓണ ചിത്രങ്ങളായിട്ട് രംഗത്തേക്ക് വരുന്നത്. അതിൽ ഒരു പടം ഗംഭീരമായിട്ട് ഹിറ്റായിട്ട് ഓടുന്നു, അടുത്ത പടം തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. എന്തായാലും നല്ല സിനിമകളൊക്കെ വിജയിക്കട്ടെ. നല്ല സിനിമകൾ അത് നല്ല ലെവലിൽ തന്നെ പോകട്ടെ. സിനിമയിൽ ആരും രാഷ്ട്രീയം കാണരുത് എന്നാണ് പറയാനുള്ളത്. സിനിമയിൽ രാഷ്ട്രീയം കാണുന്നവരുടെ കണ്ണിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.